നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഡ്രേപ്പ് ചെയ്യാവുന്ന നല്ല ബ്യൂട്ടിഫുൾ ഒരു ഫാബ്രിക് ആണ് ഓർഗൻസ ഫാബ്രിക്. ആ ഒരു ഓർഗൻസയിൽ നല്ല ഡിഫറെന്റ് പാറ്റേണിലും നല്ല കളർ കോമ്പിനേഷൻസിലുമാണ് സാരീസ് വന്നിരിക്കുന്നത്. നമുക്ക് വെഡിങ് വെയർ ഒരു ഫംഗ്ഷനും അതെല്ലാം ഡ്രേപ്പ് ചെയ്യാം, ഒരു റിസപ്ഷന് ഡ്രേപ്പ് ചെയ്യാം, ഒരു ചേർച്ച് വെയർ ആയിട്ട് ഡ്രേപ്പ് ചെയ്യാം, ഹോളി കമ്മ്യൂണിയൻ, ബാപ്റ്റിസം അതുപോലെയുള്ള ഫംഗ്ഷനും എല്ലാം വളരെ ആപ്റ്റാണ് സാരീസ്. നല്ലൊരു ക്ലാസി ലുക്കിലാണ് സാരീസ് വന്നിരിക്കുന്നത്. കളർ പാലറ്റ് നല്ല സോഫ്റ്റ് കളേഴ്സിലാണ്. ഫസ്റ്റ് വൺ നല്ലൊരു ബേബി പിങ്കും ഒരു ടിൻറ്റഡ് ലാവൻഡറും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ കളർ വന്നിരിക്കുന്നത്. അതൊരു ഫുൾ ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് ആണ്, ബോഡിയിൽ കംപ്ലീറ്റ് ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വന്നിട്ട് ഇതായിരിക്കും സാരിയുടെ ആ ഒരു സ്റ്റൈൽ വരുന്നത്. ഒരു സ്കാലപ്പിലാണ് സാരിയുടെ ബോർഡർ വരുന്നത്. ബോഡിയിൽ ആ ഒരു സെൽഫ് വീവും വരുന്നുണ്ട്, ഒരു ഗോൾഡൻ സെറിയിലുള്ള ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും സാരിയിൽ ആ ഒരു ഡിസൈൻസ് വരുന്നത്. നല്ല ഫ്ലോറൽ പാറ്റേണിലും ഒരു ഗോൾഡൻ സെറിയിലുള്ള പാറ്റേണിലും വരുന്നുണ്ട്. സ്കാലപ്പിലായിരിക്കും സാരിയുടെ ആ ഒരു എഡ്ജ് ഫിനിഷ് ചെയ്യുന്നത്. ഫുൾ സാരി സെയിം പാറ്റേൺ. ആ ഒരു പ്ലീറ്റ്സ് വരുമ്പോൾ ഹാഫ് പോർഷനിലായിരിക്കും. ഇതായിരിക്കും സാരി വരുന്നത്. സെയിം ടോണിൽ തന്നെ സെൽഫ് കളറിൽ തന്നെയുള്ള പ്ലെയിൻ ബ്ലൗസ് ആണ് സാരിയുടെ കൂടെ വരുന്നത്. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ നല്ലൊരു ഓഫ് ക്രീം ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഒരു പേൾ ക്രീമും ഒരു ഓഫ് വൈറ്റും കൂടിയുള്ള നല്ലൊരു ബ്ലെൻഡഡ് ടോൺ ആണ് സാരി വന്നിരിക്കുന്നത്. ഈ സാരീസ് എല്ലാം നമുക്ക് ബൾക്ക് ഓർഡർ ചെയ്യാൻ കേട്ടോ. എത്ര പീസസ് വേണമെങ്കിലും നമുക്കത് അറേഞ്ച് ചെയ്യാൻ പറ്റും. ആ ഒരു ടൈം ഫ്രെയിമിനുള്ള നമുക്ക് ചെയ്ത് തീർക്കണമെന്നേ ഉള്ളൂ. ഒന്ന് പറഞ്ഞാൽ മതിയാവും. കാരണം ഏത് കളറിലും എത്ര പീസ് വേണമെങ്കിലും നമുക്ക് പ്രീ ബുക്കിംഗിൽ അവൈലബിൾ ആണ് സാരീസ്. ഇത് നല്ലൊരു ആ ഒരു സോഫ്റ്റ് കളറിൽ ഒരു പേൾ വൈറ്റിൽ പേൾ ക്രീമിലാണ് സാരി വന്നിരിക്കുന്നത്. സെയിം അതേ ഫ്ലോറൽ ഡിസൈൻസ് ആ ഒരു ഓഫ് വൈറ്റും വരുന്നുണ്ട്, ഗോൾഡൻ സെറിയിലുള്ള കോമ്പിനേഷനിലായിരിക്കും വരുന്നത്. ആ ഒരു ഡ്യുവൽ ടോണിലാണ് സാരിയിലെ ഒരു വർക്ക് വരുന്നത്. സ്കാലപ്പ് ഫിനിഷിലായിരിക്കും സാരിയുടെ ബോർഡർ വരുന്നത്. പല്ലു സെയിം സ്റ്റൈൽ, ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിരിക്കും എല്ലാ സാരീസിനും. എല്ലാം നല്ല നല്ല കളേഴ്സിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് വരുന്ന നല്ലൊരു പേസ്റ്റൽ പീച്ച് ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ വന്നത് നല്ലൊരു ലാവൻഡർ ബ്ലെൻഡഡ് ബേബി പിങ്ക് ആയിരുന്നു. സെക്കൻഡ് വൺ ഓഫ് ക്രീം ആയിരുന്നു. തേർഡ് വൺ പേസ്റ്റൽ പീച്ചാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്കൊരു കളക്കോഡില് കസിൻസിനെല്ലാം ഒരു വെഡിങ് ഫംഗ്ഷനോ അല്ലെങ്കിൽ ചേർച്ച് ഫംഗ്ഷനോ എല്ലാം ഡ്രേപ്പ് ചെയ്യാൻ നല്ലതാണ്. കാരണം നല്ല കളേഴ്സിലാണ് എല്ലാ സാരീസും വന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ഡിസൈൻസും സെയിം തന്നെയാണ്. അതേ ഫ്ലോറൽ ഡിസൈൻസിൽ തന്നെ സ്കാലപ്പ് ഫിനിഷിലായിരിക്കും ബോർഡർ വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ എല്ലാ സാരീസിനും പ്ലെയിൻ ആയിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. പിസ്ത ഗ്രീൻ ആണ് നെക്സ്റ്റ് കളർ. പിസ്ത ഗ്രീനിലും സെയിം സ്റ്റൈലിൽ തന്നെ അതേ ആ ഒരു ഗോൾഡൻ സെറി ആൻഡ് പിസ്ത ഗ്രീൻ ആ ഒരു ഡ്യുവൽ കോമ്പിനേഷനിലായിരിക്കും ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരിക വിത്ത് സ്കാലപ്പ് ബോർഡർ, പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് കളർ നല്ലൊരു സാൻഡൽ ടോണിലാണ് സാരി വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈലർ ഗോൾഡൻ സെറിയും സാൻഡലും കൊണ്ടുള്ള കോമ്പിനേഷനിലായിരിക്കും ഫുൾ ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. സ്കാലപ്പ് ബോർഡർ ആൻഡ് പല്ലു. നെക്സ്റ്റ് കളർ ലാവൻഡർ ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഫ്ലോറൽ ഡിസൈൻസ് തന്നെയാണ്. ആ ഡിസൈനിൽ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിലായിരിക്കും ഫുൾ സാരിയിലും ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഗോൾഡൻ സെറി ആൻഡ് ലാവൻഡർ ആ ഒരു കോമ്പിനേഷനിലായിരിക്കും ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ബോർഡർ വരുന്നത്. സ്കാലപ്പിൽ നിന്നായിരിക്കും എഡ്ജ് ഫിനിഷ് ചെയ്യുന്ന സ്കാലപ്പിലാണ്. ഫുൾ സാരി ആ ഒരു സെയിം സ്റ്റൈലിൽ തന്നെ. ആ ഒരു ബേസ് വരുന്നതും ലാവൻഡർ ആണ്. ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ ആ ഒരു മിഡിൽ പോർഷൻ വരുന്നതും ലാവൻഡർ ത്രെഡ് ആണ്. അതിന് ഔട്ട്ലൈൻ വരുന്നത് ഗോൾഡൻ സെറിയിലുള്ള ഔട്ട്ലൈൻ ആയിരിക്കും സാരിക്ക് വരുന്നത്. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ. നല്ലൊരു സേജ് ഗ്രീൻ ആണ് നെക്സ്റ്റ് ടോൺ വന്നിരിക്കുന്നത്. സെയിം അതേ വർക്ക് തന്നെയാണ്. ഫുൾ സാരി സെയിം പാറ്റേൺ, സ്കാലപ്പ് ബോർഡർ, പ്ലെയിൻ ബ്ലൗസ്. വീണ്ടും നല്ലൊരു സോഫ്റ്റ് കളറിലാണ് വന്നിരിക്കുന്നത്. ഒരു പീച്ചിഷ് ബ്രൗൺ, പീച്ച് ടിൻറ്റഡ് ബ്രൗൺ ആണ്, ലൈറ്റർ ബ്രൗൺ ആണ് സാരി വന്നിരിക്കുന്നത്. നല്ല ഷെയ്ഡ് ആട്ടോ. നല്ലൊരു കോമ്പിനേഷനിലാണ്. ആ ഒരു സെൽഫ് വീവും വരുന്നുണ്ട്. ഗോൾഡൻ സെറിയിലുള്ള ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും വരുന്നത് വിത്ത് സ്കാലപ്പ് ബോർഡർ. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിരിക്കും. അടുത്ത കളർ നല്ലൊരു ഗ്രേ വന്നിട്ടുണ്ട്. ഒരു ബ്ലൂ ടിൻറ്റഡ് ഗ്രേ ആണ് സാരി. ഞാനിപ്പോൾ ഒരു ബേബി പിങ്ക് സൽവാർ ആണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് കളർ ചിലപ്പം കറക്റ്റ് ആയിരിക്കത്തില്ല. ഈ ഒരു ഷെയ്ഡിൽ ഇത് കറക്റ്റ് ആയിരിക്കും കളർ കേട്ടോ. കാരണം ഈ ഒരു ബോഡി കളർ വരുമ്പോൾ കളർ മാറുന്നുണ്ട്. ഇതായിരിക്കും കറക്റ്റ് കളർ. നല്ലൊരു ഗ്രേ ആണ് സാരി. സെയിം സ്റ്റൈലിൽ തന്നെ ആയിരിക്കും ആ ഒരു വർക്ക് വന്നിട്ട് സ്കാലപ്പ് ബോർഡർ ആൻഡ് പല്ലു. നെക്സ്റ്റ് കളർ നല്ലൊരു ഒലിവ് ഗ്രീൻ ആണ് സാരി വന്നിരിക്കുന്നത്. പേസ്റ്റൽ ഒലിവ് ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ്. ഇതും എല്ലാ സാരീസിനും ഈ ഒരു പോർഷൻ ആണ് നോക്കേണ്ടത് കേട്ടോ. ഇതായിരിക്കും കറക്റ്റ് കളർ വരുന്നത് സാരിക്ക്. ഇതിലും ആ സ്കാലപ്പിൽ തന്നെ ആയിരിക്കും എഡ്ജ് വരുന്നത്. ഫുൾ ബോഡി ഫ്ലോറൽ ഡിസൈൻസ്. ബ്ലൗസ് വരുന്നത് എല്ലാ സാരീസിനും പ്ലെയിൻ ആയിരിക്കും. ഓർഗൻസ ഫാബ്രിക്കിൽ വന്ന നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആയിരുന്നു. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിരിക്കുന്ന സാരിയാണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആണ്. ഇതിന്റെ കളർ പറയുകയാണെങ്കിൽ ഒരു ഡാർക്ക് ചിക്കു ആണ്, ഒരു ഗോൾഡൻ ചിക്കു ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈൽ അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും സാരിയുടെ ആ ഒരു വർക്ക് വരുന്നത്. ഇതാണ് കറക്റ്റ് കളർ വരുന്നത് സാരിക്ക്. സ്കാലപ്പ് ബോർഡർ, പ്ലെയിൻ ബ്ലൗസ്.